സന്തോഷമുള്ള എല്ലാവരും അവരുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നാം ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയ പാസ്റ്റർ കുടുംബം വന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. I want to greet everyone in the name of our Lord Jesus Christ. എൻ്റെ പ്രിയ ഭാര്യ സൂസിക്ക് ശരീരത്തിൽ നല്ല സുഖമില്ല, പനിയാണ്. നിങ്ങൾ അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. The pastor requests prayers for his wife who is not feeling well. Praise the Lord. Hallelujah. എല്ലാ വർഷിപ്പ് അഥവാ ഇംഗ്ലീഷ് മലയാളം വർഷിപ്പ് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ മഹത്വത്തിനായി നമുക്ക് അവരെ ഓർത്ത് ഒരു ഹല്ലേലൂയ പറയാം. Amen. We had a blessed time with the English and the Malayalam services. Let's praise God for this opportunity. Praise the Lord. Hallelujah. നമ്മൾ ഇംഗ്ലീഷിൽ പാടി എന്താണ്? We trust and obey. Amen. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. Amen. We trust him and obey. obey. Praise the Lord. Hallelujah. ഗീതം വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൈതന്യമുള്ള പാട്ടാണ്. എൻ്റെ കൊച്ചിലെ മുതൽ പ്രൈസ് ലോർഡ് അതവരെ കൊണ്ടൊന്നുകൂടെ പാടിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് നമുക്ക് ലഭിച്ച ഇപ്പോൾ 11:05 ആയി അല്ലേ? ഇസ് ഇറ്റ് റൈറ്റ്? 12:05. എനിക്ക് ഈ ക്ലോക്കാണ് ഇഷ്ടം. ഐ ലൈക്ക് ദാറ്റ് ക്ലോക്ക്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദ പവർ ഓഫ് പ്രയർ. ആമേൻ. പ്രാർത്ഥനയുടെ ശക്തി, അതിനെക്കുറിച്ചാണ് പറയുവാൻ ഞാൻ ആശിക്കുന്നത്. നമുക്കെല്ലാം സുപരിചിതമായ യാക്കോബ് 5-ാം അധ്യായമാണ്. Amen. So today we're going to focus on the power of prayer, and we can see that from the passage James chapter 5. 13 മുതൽ വായിക്കാം. 5 verse 13 onwards. Hallelujah. Thank you, Jesus. Please. മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വാക്യം നല്ലതുപോലെ അറിയാം. This is a very familiar verse for us. രോഗിയായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ എന്നാണ്. I mean, this is what it says. Those who are sick, let them call the elders. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നോട് പറഞ്ഞത്, നമ്മുടെ സഭയിൽ ആമേൻ ഈ വിളി കേൾപ്പാൻ ഒരുക്കപ്പെട്ട എ ഗ്രൂപ്പ് ഓഫ് എൽഡേഴ്സ്, മൂപ്പന്മാരുടെ ഒരു ഗണം ഉണ്ടാകണം. I mean, this is what the Holy Spirit has put into my heart, is there should be a set of elders who is willing to receive this call to be, who are elders to pray for the sick. Hallelujah. Praise the Lord. Hallelujah. Hallelujah. ഈ അടുത്ത ആഴ്ചത്തെ വീട്ടുപ്രാർത്ഥന എവിടാന്ന് ചോദിക്കുമ്പോൾ ചിലർ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നിങ്ങളിരിക്കരുത്. ആമേൻ. ഇതിനകത്തു നിന്നാണ് എൽഡേഴ്സ് വരേണ്ടത്. Amen. It is crucial that we need to have elders from this place and not anybody else, any other place. Amen. എന്നെ അത് തുടരുത് എന്നാരും ചിന്തിക്കരുത്. Amen. Don't be of the attitude that, oh, I'm not going to be that elder. Hallelujah. Hallelujah. Elders Assemblies of God-ന്റെ ഹിസ്റ്ററി അഥവാ പ്രവർത്തന വിധത്തിൽ ഡീക്കന്മാരുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. Yeah, man. So there are in the Assemblies of God there are certain positions, and one of the positions that's officially given is deacons. വലിയ ഉത്തരവാദിത്വമുള്ളവരാണ് അവർ. I mean, they are people with great responsibility. Hallelujah. നാം ഇവിടെ കാണുന്നു മൂപ്പന്മാരുടെ ഗണം. They are waiting for a call. I mean, here what we see is a group of elders who are waiting to receive a call. ഇവിടെ രോഗമുണ്ട്, വന്ന് പ്രാർത്ഥിക്കണമെന്ന്. I mean, this is what they're hearing, is there is sickness here, please come and pray. Praise the Lord. Hallelujah. അപ്പോൾ മൂപ്പന്മാരുടെ ഗണം, praise the Lord, രോഗശാന്തി പ്രാപിച്ചവരായിരിക്കും. I mean, so the people who are called as elders, they will be having the gifting for healings. Hallelujah. Hallelujah. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കും. I mean, so when we all pray, Jesus will heal the sick. രാമേൻ പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ല. Hallelujah. Hallelujah. Won't be a loss to respond by saying an amen.
Praise the Lord. Hallelujah. ഒരു ഗ്രോയിങ് ടെൻഡൻസി ഉണ്ട്, പ്രാർത്ഥിച്ച് സമയം കളയാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ്. Amen. We have there's a growing tendency within our culture that let's not waste time praying, but rather take the person to the hospital. സകലം അസ്തമിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. And then we say once all of the once we reach a dead end, then let's start to pray. നാം വളരെ സാധ്യതകളെ ഉപയോഗിക്കുന്നവരാണ്. ആമേൻ, തെറ്റൊന്നുമില്ല. I mean, we use different mediums and it's not necessarily wrong. എന്നാൽ ദൈവസഭയ്ക്കകത്ത് മൂപ്പന്മാർ പ്രാർത്ഥനാപരമുള്ളവരായി മാറുന്നു. I mean, this is what the word of the Lord says. The elders should be people with giftings of healings. Hallelujah. Hallelujah. ഈ എൽഡർഷിപ്പിൽ വരുന്നത് പ്രായത്തിന്റെ ഒരളവല്ല, അഭിഷേകത്തിന്റെ അളവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I mean, the way I understand it is not the age that qualifies you to be an elder, but the level of anointing that you carry that makes you an elder. പ്രായം ഒത്തിരി ഉണ്ടെങ്കിലും ഒരു വാക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിവില്ലെങ്കിൽ is not that much matured. I mean, a person can be of good age and does not have faith to pray, then that person is not considered spiritually mature. എന്നാൽ നിങ്ങളുടെ പ്രായം എന്തായാലും പ്രാർത്ഥനാപരവും രോഗശാന്തിയുടെ അളവും നിങ്ങളിൽ വ്യാപരിക്കണമെന്ന് ആശിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങളത് ഉപയോഗിക്കാൻ പോകുകയാണ്. Amen. So if you, whatever be your age, however young you may be, but if you desire for such a gifting, then the Lord is going to use you. നാം 5-ാം അധ്യായത്തിലേക്ക് വരും മുൻപ്, I mean, before we come to chapter 5, 4 ക്വാളിറ്റീസ് 4 അധ്യായത്തിൽ നിന്ന് പറയണമെന്ന് എനിക്ക് ആശയുണ്ട്. I desire to explain on 4 qualities from the 4 chapters before. Praise the Lord. ആമേൻ. യാക്കോബ് 1-ാം അധ്യായം, praise the Lord, അതിന്റെ 21-ാമത്തെ വാക്യം. James chapter 1:21. സമയച്ചുരുക്കത്താൽ, can you read? Yeah, therefore lay aside all filthiness and overflow of wickedness and receive with meekness the implanted word which is able to save Amen. your ആ souls. വാക്ക് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. Hallelujah. The word which is implanted within us. നിങ്ങളുടെ ഉള്ളിൽ നട്ടപ്പെട്ട വചനം. Wonderful. Hallelujah. Hallelujah. വചനം ഉൾനട്ടു. I mean, this is what says the implanted word. ബഹുമാന്യ പാസ്റ്റർ പറഞ്ഞു, നമ്മളിവിടെ ഹൈസ്കൂളിൽ പഠിക്കുന്നെങ്കിലും കുഞ്ഞുങ്ങൾ താഴെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I mean, so as we are studying in the morning, pastor said we are doing our Bible study here, but the children are studying the word of God in the bottom floor. ഹല്ലേലൂയ. നാം എല്ലാവരും വചനം അകത്ത് ഇൻപ്ലാന്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചാൽ നമ്മുടെ എൽഡർഷിപ്പ് തുടങ്ങുകയാണ്. I mean, as soon if we are willing to respond to the Holy Spirit and implant the word, then the Holy Spirit is going to prepare us to be elders. എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many of us have that faith? വചനം വന്നു പോകുന്നു എന്നല്ല. I mean, it doesn't say the word just comes and goes. It should be implanted. അത് നമ്മുടെ ഉള്ളിൽ നട്ടപ്പെടണം. ഹല്ലേലൂയ. ആ വചനം ആമേൻ നട്ടാൽ അത് ആമേൻ 30, 60, 100 മേനി വിളയും. And if that word is implanted within the soul, it will bear 30, 60 and 100-fold. ഈ യോഗത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. വചനം ഉൾനടുന്ന ഒരളവെനിക്ക് വേണം. I mean, we all should be in a prayerful attitude where we say, Lord, let the word be implanted in me. Praise the Lord. Preachers-ന്റെ ഒരു ടെംപ്റ്റേഷൻ അടുത്തിടെ ഞാൻ കേട്ടു. I mean, I heard certain recent temptations that preachers experience. Amen. AI അവർക്ക് വേണ്ടി പ്രവർത്തിച്ചോളും, ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും വേണ്ട, സ്വിച്ച് ഇട്ടാ മതി, ടെക്നോളജി നമുക്ക് പ്രസംഗം തരുമെന്നാണ്. I mean, so now this is what we heard, that AI is able to give the word for the church and we don't need to think about meditating. അറിയോ എന്നെ പരിപാടിയായി ഇങ്ങോട്ട് വരുന്നതെന്നറിയോ? Amen. എന്നാൽ ആത്മാവ് അകത്ത് ഉൾനടുന്ന വചനം ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. I mean, so the word that is implanted by the Spirit, that same Spirit will speak to each one of us and commune to each one of us. Hallelujah. Hallelujah. അവിടെ ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം വാക്യം പറയുമ്പോൾ ആശയോട് ഇങ്ങനെ നോക്കും.
പ്രൈസ് ലോർഡ്. Hallelujah. And അതങ്ങോട്ട് പറഞ്ഞു വിടുന്ന എന്നോ പരിപാടിയാണെന്നറിയോ? Amen. For this very Thank reason, you when for children say the testimony, I keenly observe and try to listen what they say. ഹല്ലേലൂയ. Hallelujah. അവരുടെ അകത്തേക്ക് ദൈവവചനം ഇംപ്ലാന്റ് ചെയ്യാൻ എല്ലാവരും കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. Amen. Can we all praise God so that the word will be implanted in their souls? Hallelujah. ദാസൻ ക്ലാസ് എടുത്തപ്പോൾ ക്രിസ്തുവിന്റെ അതുല്യത പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു. എൻ്റെ അകത്തൊരു ദൂത് അതിനകത്ത് കിട്ടിയത് ഇങ്ങനെയാണ്. In the morning, Pastor Uncle was teaching about the Bible study and explaining on the supremacy of Christ, and that time Holy Spirit spoke to me. യേശു അതുല്യനാണെന്ന് ഒരു വെളിപ്പാട് ഇതിൽ നിന്നേ നമുക്കുള്ളൂ. Amen. The only place where we find a revelation that Jesus is supreme is only from the Word of God. Hallelujah. Hallelujah. Intellectual people അത് accept ചെയ്യുന്നില്ല. Amen. Those people who are strong in their intellect may not easily ഈ accept it. modern world അത് അംഗീകരിക്കുന്നില്ല. And the current world will not embrace that truth. അവരുടെ അടുത്തോടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം Oh, rimana hadunagadarabanna adibasya. Hallelujah. Jesus. വചനം ഇംപ്ലാന്റ് ചെയ്ത നമ്മുടെ കുഞ്ഞുങ്ങളും നാമും ഉയരത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവ് അതുല്യനാണെന്ന് വിളിച്ചു പറയണോ? ആ വെളിപ്പാട് നമുക്ക് വേണം. Amen. Hallelujah. We need to have a revelation that Jesus is supreme, and we need to, only people who have the implanted word will be able to embrace that. ആ വചനം ഉണ്ടെങ്കിലേ നമുക്ക് ആശ്വാസമുള്ളൂ. Amen. If we only have that word, we find consolation and comfort. ആ വചനം ഉണ്ടെങ്കിലേ നമുക്ക് തിരുത്തലുകൾ ഉണ്ടാകും. And only if we have that word will we have corrections within us. ആ വചനം അകത്തുണ്ടെങ്കിലേ ദൈവകൃപ നമ്മിൽ വ്യാപരിക്കൂ. And only if we have that word will the grace be manifested in our lives. നമുക്കൊരു നിമിഷം ശോധന ചെയ്യാം. Amen. Can we examine ourselves? നമ്മുടെ അകത്ത് ഈ വചനത്തിന്റെ ആഴമായ വേര് പിടിച്ചിട്ടുണ്ടോ? Oh, has this word taken a deep root within our lives? Hallelujah. Jesus. സമയം പോയതിനാൽ രണ്ടാം അധ്യായത്തിലെ 2 വാക്കുകൾ 2:4 ഒന്ന് വായിക്കാമോ? Can we read chapter 2 verse 4? എട്ടാമത്തെ വാക്യം കൂടെ ദയവായി. Verse 8 please. Hadunaraganaribarabashasya. ആമേൻ. രണ്ടാം അധ്യായത്തിൽ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത വചനം. Amen. In chapter 2, the word that is implanted within the soul. നമ്മിൽ ഒരു പ്രമാണമായി വരികയാണ്. Amen. It comes as a commandment and a law within our hearts. അത് സാധാരണ പ്രമാണമല്ല, രാജകീയ പ്രമാണം. And it is not just a normal commandment, but it's a royal commandment. അത് പ്രാക്ടിക്കൽ ലൈഫിനെ കാണിക്കുന്നു. Amen. That reveals the practical life. ഞായറാഴ്ച എങ്ങോട്ട് പോവാണ്? Amen. Where are we going to on Sunday? ഹല്ലേലൂയ. ആരാധനയ്ക്ക് പോകുക. We say that we are going to worship. പ്രമാണമുള്ള നീയും ഞാനും ആരാധിക്കുന്നവർ. Amen. All those who have the commandments will come together and worship God. Hallelujah. Hallelujah. പ്രായോഗിക തലത്തിൽ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത വചനം പ്രമാണമായി വരാൻ പരിശുദ്ധാത്മ സഹായം വേണം. Amen. Hallelujah. In order for the implanted word to come into practice, we need the help of the Holy Spirit. Hallelujah. Hallelujah. പ്രമാണം അനുസരിക്കാനുള്ളതാണ്. Amen. Hallelujah. The commandment is for to be obeyed. Praise the Lord. അത് ഒരാളുടെ പ്രേരണ കൂടാതെ അനുസരിക്കണമെങ്കിൽ അകത്തുള്ള വചനം ആഴമായി നമ്മിൽ ക്രിയ ചെയ്യണം. And if the commandment has to be obeyed without an external influence, then we need the work of the Holy Spirit in our life. Hallelujah. Hallelujah. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ എടുത്ത് വായിക്കേണ്ട ഒരു വാക്കുണ്ട്. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണ്. Amen. This is what we say in 2 Corinthians chapter 3. It mentions that we are the letters of Christ. Hallelujah. Hallelujah. അത് മഷി കൊണ്ടല്ല. Hallelujah. പരിശുദ്ധാത്മാവിനാൽ ഹൃദയമെന്ന പലകയിൽ എഴുതിയിരിക്കുന്നുവെന്ന്. And this is what it says, that it is not written with ink, but rather written by the Holy Spirit on our hearts. അത് മറ്റുള്ളവർ കാണുവാൻ, തിരിച്ചറിയുവാൻ, വായിക്കുവാൻ. And so this is so that people external will be able to know, read and know what is their new. Praise the Lord.
അതാണ് ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി. Amen. Hallelujah. This is the practical side of the Christian life. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of us have that faith? അകത്തെഴുതിയ വചനം നമ്മെ കാണുന്നവർ വായിക്കണം. Amen. Hallelujah. All the word that is written in our hearts should be revealed to those who see and interact with us. Hallelujah. Hallelujah. ചിലപ്പോഴൊക്കെ ഓർക്കും, ആമേൻ, പണ്ട് ഞാൻ ബൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ആരാധന 8 മണിക്കാക്കിയാൽ എന്താണ്? മർത്തോമക്കാരൊക്കെ അങ്ങനെയാണല്ലോ. ഉടനെ പറഞ്ഞു, മർത്തോമക്കാർ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അവരെ നേരിട്ട് ചെല്ലണം, അതുകൊണ്ട് 10 മണിക്കാക്കാം. അവർ എല്ലാവരും മീശയുള്ളവരാണ്. നമുക്ക് മീശയില്ലാതായാൽ അത് ഒരു വ്യത്യാസമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ദാറ്റ് ഒറിജിനേറ്റഡ് ആ തിയോളജി അങ്ങനെ ആയിരിക്കാം. So I mean, in the olden days, when we were at Bible school, we would decide, let's have our church meeting at 8 o'clock, but then they would say, no, this particular church would have their service at 8 o'clock. So as soon as they are done with their service and when they're coming back, let's choose to walk across to our house. ഇല്ലെങ്കിൽ എന്താ പറയും? അത് വെന്തിക്കോസാണ്. Amen. As soon as you see a person who's not wearing ornaments, the people say that person is from Pentecost background. ഒരു ആമേൻ പറഞ്ഞാട്ടെ. Amen. Hallelujah. നിങ്ങൾ ആരും പറഞ്ഞില്ല, ലൂക്കോച്ചാൻ പറയുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. Hallelujah. Praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇഷ്ടം. KPC ഒരു അല്ലേലിയ ഉറക്കെ പറഞ്ഞാട്ടെ. അതൊരു ചതഞ്ഞ അല്ലേലിയാണെങ്കിലും ദാറ്റ്സ് ഫൈൻ, ഓക്കെ, ഉറക്കെ പറഞ്ഞാട്ടെ. അല്ല, അപ്പനെ അമ്മയും വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ മകൻ ആമേൻ കല്യാണത്തിനൊക്കെ പരിപാടി ഇടുകയാണ്. Amen. Hallelujah. When I was praying for that's okay. Yeah, amen. Praise the Lord. ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ അമ്മയെ നോക്കടാന്ന് പറഞ്ഞു. നോക്കി. കാതിലും കഴുത്തിലും വല്ലതും ഉണ്ടോ? ഇല്ല. ആമേൻ. കയ്യിലുണ്ടോ? ഇല്ല. ആമേൻ. അവൻ്റെ ഉള്ളത്തിൽ കഷ്ടമായിപ്പോയി, അതുങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് എന്നൊന്നും ചിന്തിച്ചില്ല. ആമേൻ. എന്നിട്ട് അവനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ആമേൻ, നെവർ do anything against this, you understand? അവൻ പറഞ്ഞു, yeah, that was a wonderful year. Praise the Lord. ചില പ്രമാണങ്ങൾ തുടങ്ങിയത് നല്ലതിനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. Amen. Hallelujah. One of the things we can believe is certain commandments and practices started for the good. Come on, church. Hallelujah. Amen. 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 Hallelujah. Praise the Lord. നമ്മുടെ പിക്നിക്കിനൊക്കെ അടിച്ച് പൊളിച്ചേക്കണം. അതൊരു പ്രത്യേക പദം, ചെറുപ്പക്കാരുടെ ഭാഷയാണ്. അടിച്ച് പൊളിച്ചേക്കണം. അല്ലാത്തൊരു പരിപാടിയും നമുക്ക് വേണ്ട. ഒരു ആമേൻ പറഞ്ഞാട്ടെ. Amen. Hallelujah. Can we say an amen? And let's enjoy only the picnic and not everything else. പരിധി വിടാതിരിക്കാൻ പ്രമാണമുള്ളവനെ കഴിയൂ. And the only person who is able to stand within the word is one who has the commandment within their heart. വിശുദ്ധ വചനം വായിക്കുന്നത് പ്രമാണമുള്ളവനാണ്. Amen. It is only those who have the commandment and the law within them, that's the person who's going to read and meditate the word. നിഷ്ഠയുള്ളവൻ ഒരു പ്രമാണമുള്ളവനാണ്. Amen. Those who are faithful in prayer and have a disciplined prayer life are person who have a commandment within them. വചനം ആഴങ്ങളിൽ വിശ്വാസമായി വരുമ്പോൾ അത് ആഴങ്ങളിൽ വിശ്വസിക്കുകയാണ്. Amen. Hallelujah. When the implanted word starts to manifest in faith, then we have deep faith. How many of us have that faith? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കിങ്സ്റ്റണിലുള്ളതായ ചെറുപ്പക്കാരായ സുന്ദരിയുമായ അപ്പനും അമ്മയും ആമേൻ 4 മാസം പ്രായമുള്ള കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ഉള്ളപ്പോഴും അവരെഴുന്നേറ്റ് പറഞ്ഞത്, ഇന്ന വചനം ഞങ്ങൾ കടന്ന് വിശ്വസിക്കുന്നു എന്നാണ്. Amen. Hallelujah. I told of this family that had a child that is going through blood cancer, and the parents got up and said, we believe this word faithfully. ഈ വചനം പ്രയോഗത്തിലാക്കുന്ന പ്രമാണമുള്ളവർ എല്ലാവരും സ്തോത്രം ചെയ്യണം. Amen. Hallelujah. This word to be into practice, all those who have the implanted word, can you respond to God? Hallelujah. Hallelujah. പ്രമാണമുള്ളവർ അപ്രമാണത്തിന് ആരാധിക്കണം, അത്യുന്നതനെ മാനിക്കണം, ആരാധനയിലെത്തണം.
Amen. All those who have the instruction and the law within them should worship God according to the commandments. ഹല്ലേലൂയ. Hallelujah. മൂന്നാം അധ്യായത്തിൽ വരുമ്പോൾ വളർച്ചയുടെ മറ്റൊരു ഘട്ടമാണ് ഹല്ലേലൂയ അഭിഷക്ത നാവും ജ്ഞാനവും വിവേകവും പ്രാപിക്കുന്ന ഒരവസ്ഥ. Amen. Hallelujah. When you come to chapter 3, we see an anointed tongue and anointed wisdom that is explained in that chapter. നിങ്ങളെല്ലാം അങ്ങ് ഉറക്കക്ഷീണത്തിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. Amen. Hallelujah. I feel everybody feels drowsy. Praise the Lord. Hallelujah. ആമേൻ. തണുപ്പെല്ലാം പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് അല്പം സമയം സ്തോത്രം ചെയ്യാം. അഭിഷേകമുള്ളൊരു നാവ്, വിവേകമുള്ള ഒരു ആത്മീയ സ്ഥാനം. Amen. Hallelujah. We need to have an anointed tongue and have wisdom and understanding within us. വളർച്ചയുടെ അടുത്ത ഘട്ടം അതാണ്. Amen. That is the next step of growth in spiritual life. ഹല്ലേലൂയ. Hallelujah. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ നാട്ടുഭാഷ പറഞ്ഞ കൊഞ്ഞ പറയാറുണ്ട്. കൊത്ത. Amen. Hallelujah. We say that children are, they speak in a not in a fluent manner. ഈഹേം വന്ന് വളർന്നു കഴിഞ്ഞിട്ടും കൊഞ്ഞ പറയുന്നത് ഒരു കഷ്ടമാണല്ലേ. Amen. Hallelujah. So we see that they speak as though they have been pampered a lot, and that they speak in that fashion. They don't speak maturely. അഭിഷേകത്തിന്റെ ശബ്ദം നിന്റെ അധരങ്ങളിൽ തരാൻ ദൈവം ആശിക്കുകയാണ്. Amen. God desires to give an anointed tongue to each one of you. Hallelujah. കൃപാവ്യാപാരം നിന്റെ മേൽ പകരാൻ ദൈവം ആശിക്കുന്നു. And God desires to pour out the spirit of pour out grace unto your lives. നാലാമത്തെ അധ്യായത്തിന്റെ മുഖ്യ വിഷയം നീ ഒരു ട്രബിൾ മേക്കർ ആകരുത്, പീസ് മേക്കർ ആകണം. Amen. This is what it says in chapter 4, that you should not be a troublemaker but rather a peacemaker. Hallelujah. അതിനും ആരും ആമേൻ പറയുന്നില്ല. അവസരം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? Amen. Hallelujah. Amen. Amen. ഈ കലഹവും ശണ്ടയും പേഴ്സണൽ ലെവലിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? Praise the Lord. മനസ്സ് പറയുന്ന ആരാധനയുണ്ട്, പോകണം. ശരീരം എന്തോ പറയും? No, you don't need to go. Amen. Praise the Lord. There is a trouble within us. Amen. Hallelujah. കലവും ശണ്ടയും നിങ്ങളുടെ ഇടയിൽ എവിടെ നിന്ന്? മനസ്സിൽ ദൈവത്തെ ആരാധിക്കാൻ പോകണമെന്ന് പറയും, പക്ഷെ മറു സൈഡിൽ നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം. ഞാൻ ഇംഗ്ലീഷ് പറയുന്ന പോലെയാണ് ഇദ്ദേഹം മലയാളം പറയുന്നത്. I'm so thankful. Amen. Praise the Lord. നമ്മുടെ എല്ലാവരുടെയും ആമേൻ സാന്നിധ്യം ഭവനത്തിലായാലും ഹല്ലേലൂയ സഭയിലായാലും നാം ജയിക്കുന്ന സമാധാനം ഉണ്ടാക്കുന്നവരായി മാറുവാൻ ശ്രമിക്കുക. Amen. Whether we are in home or whether we are in church, wherever we are, we need to be people who inculcate and bring through victorious peace into others' lives. എൽഡർഷിപ്പിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഉയർച്ച. Amen. These are like steps where you grow out to be. These are the steps before you become into the group of elders. ഒരു സഭ അഭിഷേകത്തിൽ വളരണമെങ്കിൽ, Amen, if a church has to grow in anointing, ഈ ക്വാളിറ്റികളെല്ലാം പ്രായോഗികത്തിലാക്കുന്നവരാകാം. it is inevitable that you should have these qualities and that should come into practice. Praise the Lord. Hallelujah. ഇവിടെയാണ് അഞ്ചാമത്തെ അധ്യായം പ്രസക്തമാകുന്നത്. Amen. This is where chapter 5 starts to shine out. Hallelujah. Hallelujah. പ്രാർത്ഥനയുടെ ശക്തിയേറിയ അളവ് വെളിപ്പെടുന്ന ഒരു ആമേൻ വാക്യങ്ങളാണ് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Amen. Hallelujah. We can see prayer being prioritized in the verses 13 to 18 in chapter 5. Amen. 13ാമത്തെ വാക്യത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നു. Amen. This is what it says in verse 13. If anyone is suffering, let him pray. Amen. Hallelujah. കർത്താവേ, എൻ്റെ കഷ്ടങ്ങളിൽ പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ എന്ന് നാം ഇന്ന് ഈ യോഗത്തിൽ ദൈവത്തോട് അപേക്ഷിക്കണം. Amen. Let it be a time where we ask the Lord, give me the grace to pray when I'm going through suffering. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈമാണ് കഷ്ടത നമ്മിൽ വരുന്നത്. Amen. During the times we experience suffering is the most difficult time. അവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ നാം ഒരു ആത്മീയ
പക്വതയിലാകണം. I mean, in order to pray in suffering, you need to be a spiritually mature person. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം ഒരാമേൻ പറഞ്ഞാട്ടെ. Amen. Hallelujah. Hallelujah. Praise the Lord. Amen. Where is Timothy? Praise the Lord. Amen. I don't know, he's in other business. Amen. Please. Hallelujah. Amen. Timothy. Amen. Yeah. Praise the Lord. കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ഓർത്താട്ടെ. ടഫ് ഡിഫിക്കൽട്ട് ഹോംവർക്ക് ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തോ തോന്നും? Amen. Amen. എൻ്റെ ഒരു അഡ്വൈസ്, pray. I mean, my advice would be, if you have a difficult homework and a task to achieve, pray. Praise the Lord. അച്ചാച്ചന്മാരെല്ലാം പഠിച്ച് നേടിക്കഴിഞ്ഞു. I mean, all of the older folks have already graduated. അച്ചാച്ചന്മാരെല്ലാം ഒരു ആമേൻ പറഞ്ഞാട്ടെ. I mean, can all the older ones say an amen? Amen. Older alla. നമ്മുടെ ജീവിതത്തിലെ ഡിഫിക്കൽട്ട് ടൈം ഏതായാലും പ്രാർത്ഥന ആമേൻ പ്രയോജനമാണ്. I mean, whatever be the difficult times that we experience in our life, our prayer is always fruitful and useful. ആമേൻ. അത് സമ്മതിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. All those who agree to that, can you say an amen? കഷ്ടം അനുഭവിക്കുമ്പോഴെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല പാസ്റ്റർ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. I mean, so we can say that even though we experience suffering, we don't pray, and that's why we stay silent in the നമ്മളെന്തോ church. പറയും, സാജി പാസ്റ്റർ പ്രാർത്ഥിച്ചോണം, അദ്ദേഹത്തിന് ഒക്കത്തില്ലെന്ന് പറയാൻ നോക്കൂ. I mean, our natural response is let our pastor pray, and can he say no to it? Obviously not. നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I mean, so we are going to be people who pray. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടിയിൽ നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I mean, hallelujah, we are going to be praying if we experience financial difficulties. ജീവിതത്തിൽ എത്ര കഷ്ടങ്ങൾ ഉണ്ടായാലും പ്രാർത്ഥന പര്യാപ്തമാണ്. I mean, hallelujah, whatever be the difficulties you experience in your life, prayer is sufficient. പ്രാർത്ഥന ആമേൻ അടുത്തൊരു ലെവലിലേക്ക് നമ്മെ മാറ്റുന്നു. ആമേൻ സുഖം അനുഭവിക്കുന്ന ഒരളവിൻ്റെ ഇംഗ്ലീഷ് എന്തോ മോനെ? I mean, cheerful. Is anyone cheerful? Let him sing psalms. Yeah. Cheerful. Praise the Lord. Hallelujah. നാം ആനന്ദിക്കുന്നവർ, ആസ്വദിക്കുന്നവർ. ഇവിടെ വായിക്കുന്നത് സുഖം അനുഭവിക്കുന്നവർ എന്നാണ്. Praise the Lord. അവരെന്ത് ചെയ്യണം? പാട്ടുപാടട്ടെ. I mean, this is what it says. If anyone is cheerful, or in other words, if anyone experiences comfort, let them sing songs. And worship, what I can say. I mean, hallelujah, this is what it says, prayer and worship. എല്ലാവരുടെയും അകത്തൊരു പാട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. I mean, I believe in everyone's heart there is a song. Amen. Hallelujah. എൻ്റെ രാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനായിട്ടേ പാടാറുള്ളൂ. പബ്ലിക്കിൽ പാടി വിഷമിപ്പിക്കാറില്ല മറ്റുള്ളവരെ. I mean, I like my tune when I sing it, so I choose to sing it privately and don't bother anyone. Singing in the Holy Spirit, പരിശുദ്ധാത്മാവിൽ പാടുമ്പോൾ ആമേൻ ഒരു വിടുതൽ വെളിപ്പെടുകയാണ്. And when I sing in the Holy Spirit, I see deliverances happen. Hallelujah. Hallelujah. വാവിട്ട് കരയാൻ കൃപ ലഭിക്കുകയാണ്. I mean, God gives us the grace to open out and groan before the Lord. ഏത് കഷ്ടത അതിജീവിക്കുന്ന ഒരാത്മീയ ആളവുണ്ടെങ്കിൽ നിന്റെ അകത്ത് ഒരു സന്തോഷമുണ്ടാകൂ. അതിനാൽ ഒരു ആരാധന വെളിപ്പെടും. Amen. Hallelujah. Only if you have an anointing that is able to surpass the suffering can you experience a joy, and that will lead to worship. സമയം അഭിഷേകമുള്ളവരെല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? കഷ്ടത വരുത്തുന്ന ദേഷ്യം, ഈർഷ്യ, ഭാരം ഇവയെല്ലാം നാം അതിജീവിക്കാൻ പോകുകയാണ്. I mean, we are going to overcome all of the anger and wrath that we experience as a result of suffering in our life. നിരാശകൾ അതെല്ലാം നാം അതിജീവിക്കാൻ പോകുകയാണ്. Amen. Hallelujah. We are going to overcome depressions in our life. ഇവിടെയാണ് ആരാധനയുടെ അളവ് വെളിപ്പെടുന്നത്. I mean, this is where the extent of worship is being revealed. Prayer and worship. Amen. പ്രാർത്ഥനയും ആരാധനയും. Amen. Praise the Lord. Praise the Lord. Hallelujah. ഇവിടെ anointing oil plus amen prayer. Amen. Hallelujah. It focuses on prayer and anointing oil. Praise the Lord. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു മാറ്റർ ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയി
എണ്ണ പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ലോർഡ്. നമുക്കിങ്ങനെ അറിയാം, എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. I mean, one thing that we know as we read the word is when we pray with an anointing, with the oil, the person gets sick. സമയം കടന്നുപോയതിനാൽ അടുത്തത് ആമേൻ, ഡീലിംഗ് ദ സിൻ. പാപത്തെ നാം കൈകാര്യം ചെയ്യുന്നു, നാം വിജയിക്കുന്നു. Amen. Hallelujah. The next we see is about dealing with the sinner, and then after that you experience a deliverance and a victory. അവിടെയാണ് പ്രാർത്ഥന ഇഫക്റ്റ് ആകുന്നത്. I mean, that is where you see the power of prayer coming through. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ അവിടെയാണ് കഴിയുന്നത്. I mean, that is where we are able to pray powerfully. അടുത്തത് അധികാരം ഉപയോഗിക്കുന്ന പ്രാർത്ഥന. I mean, next is where we pray with authority. Praise the Lord. Hallelujah. ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് മഴ പെയ്യൂ എന്ന് പറയാൻ ആർക്ക് കഴിയും? I mean, how many of us, or it's possible for whom to say with confidence that unless I have told, it's not going to rain? Hallelujah. Hallelujah. പ്രാർത്ഥിക്കുന്നവൻ ദൈവാധികാരം ഉപയോഗിക്കുന്നവനാണ്. I mean, the one who prays is one who exercises godly authority. Hallelujah. അടുത്തത് the next prayer എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. 18 അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു, ധാന്യം വിളഞ്ഞു. And it says in verse 8 where it's you say, and he prayed again, and the heaven gave rain, and the earth produced its fruit. എല്ലാ ദൈവമക്കളും അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Can we all stand on our feet for some time? Hallelujah. A group of elders are waiting for the call from the sick people. Hallelujah. അവരെല്ലാവരും ആത്മീയത്തിൽ ഉണർവുള്ളവരാണ്. ആമേൻ. വിടുതൽ പ്രാപിച്ചവരാണ്. All of these elders who are waiting for a call from the sick are people who are spiritually immature. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? How many of us can pray? നമ്മുടെ കുടുംബങ്ങളിൽ കഷ്ടത അടിച്ചേൽപ്പിക്കുന്ന ദുഷ്ടസിംഹാസനങ്ങളെ നാം ഇന്ന് ചാടിക്കടക്കാൻ പോകുകയാണ്. I mean, we are going to overcome every suffering that the enemy puts across our life. എൻ്റെ കുടുംബത്തിൽ കഷ്ടതയുണ്ട്. ഹല്ലേലൂയ. അതിനെ അതിജീവിപ്പാൻ ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനായി മതിയാകും. Amen. Hallelujah. In my family there is sufferings, and in order for me to overcome that, I need to be a man of prayer. 24 മണിക്കൂർ നടക്കുന്നൊരു പ്രെയർ ചെയിൻ അസംബ്ലീസ് ഓഫ് ഗോഡിനുണ്ട്. ആഗോളമായി നടക്കുന്ന പ്രാർത്ഥനയിൽ ആമേൻ എനിക്ക് മിക്കപ്പോഴും കയറുവാനിട വന്നിട്ടുണ്ട്. Amen. There's a 24-hour prayer that happens globally, and I have the opportunity to, I do get the opportunity to take part in it. രാവിലെ 4 മണി മുതൽ 5 വരെ അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. I mean, there are hundreds of people that pray early morning from 4 to 5 just only in tongues. Praise the Lord. Hallelujah. Hallelujah. ഞാനതിന് നമ്മുടെ 4 മണി നമ്മുടെ സമയം അനുസരിച്ച് ആഫ്റ്റർനൂൺ ആണ്. I mean, hallelujah, that's our afternoon at that time. എനിക്ക് മനസ്സിലായത് അനേക വ്യക്തികളുടെ മേൽ കൃപാവരങ്ങളെ ദൈവം പകരുന്ന ഞാൻ കണ്ടു. I mean, I have seen a lot of people receive the gifts of the Holy Spirit. ചില മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രേരണവർ കയറി ദുഃഖിതരും നിരാശരും ആമേൻ ഭാരമുള്ളവരുമായിരുന്നു. I mean, these were people few months before they were going through depression, and they were going through a lot of troublesome times. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ അനന്തരം ചിലർ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. And I saw them after they started praying in tongues, that they started to grow and started to exercise the spiritual gifts given to them. 4-5 മിനിറ്റ് അഭിഷേകത്തിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I mean, we are going to take a few minutes here to pray in the spirit, pray in the tongues. But wait, ദൈവവചനം അകത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടോ? I mean, one thing we need to ask is the word implanted within our souls. അതൊരു പ്രമാണമായി നമുക്ക് വരുന്നുണ്ടോ? Our second is that implanted word now turning out to be an instruction and a commandment within our lives. Hallelujah. Hallelujah. നമ്മുടെ അധരങ്ങളിൽ പരിശുദ്ധാത്മ ശബ്ദം അഭിഷിക്ത നാവായി മാറാൻ കഴിയുന്നുണ്ടോ? Amen. Hallelujah. Is that voice starting to be an anointed tongue within our life?
നമ്മിലും നാം നിമിത്തവും കലഹവും ശണ്ഠയും വരുന്നുണ്ടോ? Oh, because of us is there wars and battles and fights among us. അതിനെ ഓവർകം ചെയ്തവർ അല്പസമയം സ്തുതിക്കാൻ പോകുകയാണ്. Amen. All those who have overcome that, can we take some time to pray and praise God? എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ Hallelujah, Jesus. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം, കർത്താവേ, ഈ പറഞ്ഞ ഏരിയകളിൽ എനിക്ക് തിരുത്തുകൾ വേണം, എനിക്ക് വിടുതൽ വേണം. ആ വചനത്തിനു മുമ്പിൽ നിന്നെ സമർപ്പിക്കുന്നു എന്ന് സമർപ്പണമുള്ളവരുടെ കരങ്ങൾ ഉയർത്താം. I mean, all those who are willing to submit before the Lord and say, Lord, I need corrections in these areas. If you are of that attitude, you can raise your hand asking for prayers. കുഞ്ഞുങ്ങളെ, ഈ വചനം നിങ്ങളുടെ അകത്ത് ഇംപ്ലാന്റ് ചെയ്യട്ടെ. Oh children, let this word be implanted within your hearts. അതിനകത്ത് വാഗ്ദത്തങ്ങളുണ്ട്. Amen. Hallelujah. There are promises. അതിനകത്ത് കറക്ഷൻസ് ഉണ്ട്. Oh, there are at the same time corrections too for each and every one. ആ വചനം നിങ്ങൾക്ക് ധൈര്യം തരും. Oh, that word will empower you and strengthen you. എത്ര പേർക്ക് അത് ആവശ്യമുണ്ട്? How many of us need that kind of correction and strength? അതിൽ ജീവിക്കുന്ന പ്രമാണമുള്ളവരാണ് നാം. Amen. We should be people who live according to the commandment and instruction. ഹല്ലേലൂയ. Hallelujah. പ്രമാണമുള്ളവരുടെ രഹസ്യ ജീവിതം ജയമായിരിക്കും. Amen. All those who follow the instructions of the word of the Lord will have a victorious life in their secret life. ഹല്ലേലൂയ. പ്രമാണമുള്ളവന്റെ ആരാധന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി. And all those who have commandment in their heart will be having a worship that pleases God. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്ന, അഭിഷേകത്താൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ബലപ്പെടാൻ പോകുകയാണ്. Amen. God is going to raise a set of people that will pray with faith, pray with anointing. God is going to raise some people. എത്ര പേർ വിശ്വസിക്കും? How many of us have that faith? കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, നാം അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. Hallelujah. We're going to praise God. We're speaking in tongues, whether you want to clap hands or talking out loud. We're going to praise God for some time. Ura bara 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 Judara bara 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 Shukara bara 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 Aldarada bara bara Shukara bauda dana Uda bara bashiadara Kudaba Armala Shaida Rikarada ribalarada ribalarabana shabanarada rikarada vaida manaba ribalara hartala jalaganarada ritarada raganarada Sikarauda ramana ravana vaida manaba dibalarabana dibalara Udala bana bara 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 Rikaraja dauda bara ribalarauda rimanarabana hattunada ribalarabana ribanaragana Kulavara Shabadara bana Udavala bana bara Uasaida Sabana dibana ratchas Igarachurada baudara bana ribana rabana dibala dibana digana ragana vaida managa rigana jara shabaladara Hattalada manavarada rigani managa dagana ragana vaida nagana ditcharada ribala manava dibana ragana sangharad Hallelujah പരിശുദ്ധാത്മാവ് പറയുന്നു
സഭയുടെ മേൽ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. സഭയുടെ മേൽ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. An anointed group of elders are ready to minister. ദൈവകൃപ ശക്തിയോടെ വെളിപ്പെടുകയാണ്. Hallelujah. The grace of the Lord is manifesting powerfully for the church. വിതയ്ക്കുന്ന വചനം ഹല്ലേലൂയ കൊയ്ത്തോളം എത്താൻ പോകുകയാണ്. Amen. It's time for reaping a harvest. ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise God. Amen.